ശ്രീ മോൻസ് ജോസഫ്, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുറവലങ്ങാട് താലൂക്ക് ആശുപത്രി മീനച്ചിൽ താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആശുപത്രി എന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സ തേടി വരുന്നത്. സർ, താലൂക്ക് ആശുപത്രിയായി 2009 അപ്ഗ്രേഡ് ചെയ്തെങ്കിലും ഇവിടെ താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ആശുപത്രിയെ ഇതുവരെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സർ, ഇതിനുവേണ്ടി നിരന്തരമായ ശ്രമം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നടത്തുന്നുണ്ടെങ്കിലും അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും അവിടെ ഇന്നുള്ള അസൗകര്യങ്ങൾ പരിഹരിക്കുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന് നിവേദനം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും മന്ത്രിയുടെ പര്യടന പരിപാടിയുടെ ഭാഗമായും ആശുപത്രിയെ അവിടെ സന്ദർശിക്കുകയും നേരിട്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തതിൽ സന്തോഷമുണ്ട്. സർ, അതേ തുടർന്ന് ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് 33 കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്താനുള്ളൊരു പ്രോജക്റ്റാണ്. ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ഹൗസിംഗ് ബോർഡ് മുഖാന്തരം അതിനുള്ള പ്രോജക്റ്റ് തയ്യാറാക്കുകയും ചെയ്തെങ്കിലും ഭരണാനുമതി നൽകിയെങ്കിലും ഇതിൻ്റെ നിർമ്മാണ അനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. സാർ, ഇവിടെ 24 മണിക്കൂർ സേവനം ഡോക്ടർമാരുടെ ഒരു ഡോക്ടറുടെ സേവനം അത്യാവശ്യം ക്രമീകരിച്ച് ആശുപത്രിയിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എങ്കിലും താലൂക്ക് ആശുപത്രി എന്ന നിലയിലുള്ള മുഴുവൻ സമയ സേവനവും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്നതിലേക്ക് മാറണമെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. സർ, അതിന് ഗവൺമെന്റ് മുൻഗണന നൽകി ഈ സാമ്പത്തിക വർഷം ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയെ ആ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ ബഹുമാനായ അംഗം പറഞ്ഞതുപോലെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാണ് കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഈ ആശുപത്രിയിൽ അംഗീകൃത കിടക്കളുടെ എണ്ണം 54, ഫംഗ്ഷണൽ ബെഡുകളുടെ എണ്ണം 34 പ്രതിദിന ശരാശരി OP 480, മാസം തോറുമുള്ള ശരാശരി IP 55. സർ, ഇവിടെ നിലവിൽ 9 ഡോക്ടർമാരാണ് അനുവദനീയമായ തസ്തികകൾ ഉള്ളത്. എല്ലാ തസ്തികകളിലും ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർമാരുടെ തസ്തികകൾ ഒഴിവില്ല. അതുകൂടാതെ ഇതര വിഭാഗം ജീവനക്കാർ 38 പേർ ഉൾപ്പെടെ സ്ഥിരം ജീവനക്കാരുടെ 47 അംഗീകൃത തസ്തികകളാണ് ഈ ആശുപത്രിയിലുള്ളത്. ഇതുകൂടാതെ NHM സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെയും പീഡിയാട്രീഷ്യൻ സേവനം നൽകി വരുന്നുണ്ട്. ഇതുൾപ്പെടെ 4 ജീവനക്കാരാണ് NHMൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത്. HMCയിൽ നിന്ന് 11 ജീവനക്കാരും മൊത്തം 62 ജീവനക്കാരുടെ സേവനമാണ് ഈ ആശുപത്രിയിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ 3 തസ്തികകൾ അധികമായി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു ക്ലർക്ക്, ഒരു ഫാർമസിസ്റ്റ്, ഒരു സ്റ്റാഫ് നഴ്സ്. സർ, ഇവിടെ സംസ്ഥാന പദ്ധതി പ്രകാരം പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നുണ്ട്. ആശുപത്രിയിലുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ പ്രശ്നം പരിഹരിച്ചു. ജനറേറ്റർ കൂടാതെ UPS ഇൻവെർട്ടർ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. ബഹുമാനായ അംഗം പറഞ്ഞ 33,43 ലക്ഷം രൂപയുടെ SPV കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡാണ്. അതിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് ഹൗസിംഗ് ബോർഡ് കിഫ്ബിയിൽ സമർപ്പിക്കുകയും ഗൃഹ മാനദണ്ഡപ്രകാരമുള്ള ഡിസൈൻ റിവ്യൂ ഉൾപ്പെടെയുള്ള പരിശോധനകളും അതോടൊപ്പം MEP വർക്കുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച രേഖകളുടെ പരിശോധനയും നിലവിൽ കിഫ്ബിയിൽ നടക്കുന്നുണ്ട്. ഗൃഹ 3 സ്റ്റാർ റേറ്റിംഗ് ബാധകമായ പദ്ധതി ആയതിനാൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടക്കേണ്ടതിനുള്ളതിനാൽ ആണ് കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭ്യമാക്കുന്നതിന് കാലതാമസം നേരിടുന്നത് എന്നുള്ളതാണ് കിഫ്ബിയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. എന്നാലും അടുത്ത അവരുടെ കമ്മിറ്റിയിൽ വെച്ചത് പാസ്സാക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ട് KHRWSൻ്റെ പേ വാർഡ് അവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ബഹുമാനായ അംഗത്തിന് അറിയാവുന്നതാണ്. ഞാൻ അവിടെ MD അയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ഥലം അതിനുവേണ്ടി കണ്ടെത്തി അതിൻ്റെ നടപടികൾ KHRWS സ്വീകരിക്കുന്നുണ്ട്. ആർദ്ര മാനദണ്ഡപ്രകാരം താലൂക്ക് തല ആശുപത്രികളിൽ അനിവാര്യമായ തസ്തികകൾ ഗ്യാപ്പ് അനാലിസിസ് നടത്തി കണ്ടെത്തി ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ അതിൽ കുറവിലങ്ങാട് ആശുപത്രിയുടെ കാര്യവും പരിശോധിക്കുന്നുണ്ട്. സർ.